പിള്ളേരൊക്കെ വിളിക്കും. നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ വിളിക്കാം. ഡയറി മിൽക്കൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദിവ്യ കുറമ്പം ധരിക്കാൻ ഞാൻ ആണോ? നല്ല പേര്. ഡോറെന്താക്കുന്നത്? ഞാനിപ്പോ ചൂണ്ടായിട്ടോണ്ടിരിക്കാം. ആണോ? എന്നിട്ട് മീനൊക്കെ കിട്ടിയോ? നിങ്ങൾ ഏതെങ്കിലും മീൻ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അപ്പുറത്തൊരു മീനുണ്ട്. ഇവിടെ 4 മീൻ എത്തി നോക്കുന്നല്ലോ. ആഹാ, 4 എന്നാ വേഗം പിടിക്ക്. തീർച്ചയായിട്ടും ഇതിലൊരെണ്ണം പിടിക്കും. ആണോ? എന്നാ വേഗം പിടിക്ക്, അല്ലെങ്കിൽ ഇതിപ്പോ പോകും. എന്ത് പറ്റി ഡോറ? ഇതിലൊരെണ്ണം. ഹായ് ഹായ്. എന്താ നിങ്ങൾക്ക് നാണെന്ന് പറഞ്ഞതുണ്ടോ? നാണം. ഈ പരിസരത്തോട്ടൊന്ന് നോക്കിക്കേ, എന്തോരാണുങ്ങൾ പണിക്ക് പോയി അവരുടെ കുടുംബം നോക്കണ്ട്. കഴുതകള്, ചേറ്റകള്. അതെ, പെണ്ണുങ്ങളെ വീട്ടിൽ ഇങ്ങനെ അടക്കി ഒതുക്കി ഇരുത്തുന്ന മൂരാച്ചി അല്ല സത്യശീലൻ. അത് നാട്ടുകാർക്ക് അറിയാം. നിങ്ങൾക്ക് അത് നല്ല തീരുമാനോ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോയാണ്? എന്നിട്ട് ഞാനേ സുഗന്ധനാവൻ വിചാരിക്കാണ്. സ്വതന്ത്രനാവണ കൊള്ളാം. അതെ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. ഹലോ, ഞാനിപ്പോ എന്റെ സ്വന്തം കാലാണ് നിക്കണേ. സംശയം പഠിപ്പം കിടന്ന് ഒരു മിനിറ്റ്. എന്തൊക്കെ നൂറോ? അവൻ മലയാളത്തിന് എലിയെന്ന് എഴുതാൻ പറയുമ്പോ പുലിയെന്ന് എഴുതിയിട്ട് വലിയെന്ന് വായിക്കുന്നവനാണ്. അവന് 100 മാർക്കുണ്ട്. അപ്പൊ ഞാൻ ബംഗാളികളെ സംസാരിക്കുന്നത് തെറ്റുണ്ടോ? പടിഞ്ഞാറിന് നല്ല കാറ്റ്. പടിഞ്ഞാറത്തെ കാറ്റേ അവരുടെ വീട്ടിൽ പോയി. നീ തെക്കുന്നോ വടക്കുന്നോ ഒരു കാറ്റ്. മണിക്കൂർ വായും തുറന്ന് കിടന്നുറങ്ങാൻ മാത്രം. ഉറങ്ങുമ്പോഴെങ്കിലും ആ വീട്ടിലിരിക്കുന്നത് വാ തുറക്കല്ലേ സാറേ. നീ ഉണ്ടാക്കുന്ന സാമ്പാർ കിട്ടിലാണ്. ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലോ. പിന്നെ എന്തിനാ എല്ലാ ദിവസവും ഓരോന്ന് വെട്ടിക്കണ്ടിച്ച് ഈ സാമ്പാർ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത്? പൈസ ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശരി. നീ നേരത്തെ കയറിയ ആളല്ലേ? അല്ല, ഞാൻ വേറെ ആളാ. എനിക്ക് പോണോ അമേരിക്കയില്. ശരി, സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പിടിച്ചിരുന്നോ. എന്റെ പൊന്നെ, ആ പിള്ളേര് വണ്ടിയിൽ കയറി അതും ഇതൊക്കെ പിടിച്ച് തിരിച്ചു വെക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോ പിള്ളേരെ. അയ്യോ, അങ്കിള് വരുന്നുണ്ട്, വേഗം ഇറങ്ങിക്കോ. പോലെ എത്ര കാത്തു നിന്നിട്ടുള്ളതാ. ആ കൊച്ചു വണ്ടിയിൽ കയറാൻ കൈ കാണിക്കുവാണെങ്കിൽ നിർത്തി കൊടുത്തേക്കാം. ചേച്ചി എന്നെ അപ്പുറത്തെ സ്റ്റോപ്പ് വരെ കൊണ്ടുപോളോ ചേച്ചി? കൊണ്ടുവിടാലോ. ബാ കയറ്. ഫോൺ എത്രയിലാ പഠിക്കുന്നേ? 7-ലാ. ബസ് കാത്ത് നിക്കാൻ തുടങ്ങി. ഉയ്യോ, അതേ ഒരു പാവം കൊച്ചു ബസ് കാത്ത് നിക്കുന്നു. പണ്ട് ഞാനും ഇതേപോലെ എത്ര കാത്തു. ഉയ്യോ, അതേ ഒരു പാവം കൊച്ചു ബസ് കാത്ത് നിക്കുന്നു. പണ്ട് ഞാനും ഇതേപോലെ എത്ര കാത്തു നിന്ന്. അത് അയാളെ ഭാര്യ എന്നും രൂപയുടെ കുർക്കുറേ കുർക്കുറേ കുർക്കുറതാടാ പട്ടി. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവള് ആഹാരം വെക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അമ്മ വെക്കുന്ന ആഹാരമൊന്നും ഇവക്കും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞാൻ വെക്കുന്നത് 2 പേർക്കും ഇഷ്ടമാണ്. അമ്മായിയമ്മ പോരുണ്ട് വീട്ടില്. അത് അയാളെ ഭാര്യ എന്നും പാത്രം കഴുകുക, തുണി കഴുകുക എന്ന് പറഞ്ഞ അയാളെ കൊണ്ട് എന്നും പണിയെടുപ്പിക്കില്ല. ഇന്ന് എന്തോ അയാളുടെ മൈൻഡ് തെറ്റിരിക്കായിരുന്നു.
അയാൾ ഒറ്റ അലക്ക പെണ്ണിനെ അലക്കി ഒഴുക്കി ചെവി പൊട്ടി ചോരൊലിച്ചു. ചെവി ഇപ്പൊ കേൾക്കാൻ പറ്റില്ല എന്നാ പറയണു. ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ അയാൾ തല്ലിയത്? പറഞ്ഞിട്ട് കാര്യമില്ല, ആളുടെ മൈൻഡ് മാറി. എന്താന്നറിയില്ല, എപ്പോഴും ചെയ്യണത് ഇന്നെന്തോ പറ്റി. പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടാവാ. പറഞ്ഞിട്ടെന്താ കാര്യം? അതേ, ഞാൻ പാത്രം കഴുകാട്ടിട്ട് വന്നത്. അത് കഴുകിട്ട് പോയിട്ട് ഞാൻ നിങ്ങളൊന്നും കഴിയണ്ട. പിന്നെ എന്തിനാ ഞാൻ എന്നെ ചെയ്തോളാം. നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അതിനൊക്കെ ഞാൻ ചെയ്യും. അതല്ലേ പഠിക്കുവാൻ സ്കൂളിലോട്ട് തന്നെ എഴുന്നള്ളണമെന്നില്ല. പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്നാലും പഠിച്ചുകൊള്ളും. ശുഭദിനം. സ്കൂളിൽ പോവാതിരിക്കാണോ?